നമുക്ക് പറക്കാൻ കഴിയുന്നതിനും അപ്പുറത്ത് വിശാലമായ ഒരു ആകാശമുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്ന മലയാള സാഹിത്യത്തിലെ ഒരേ ഒരു സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ ഒരു സഞ്ചാരം. ഹാജർ പറയണം. നാരായണി, അബ്ദുൽ ഖാദിർ, മജീദ്, സാരാങ്ങ, ജമീല, സുഹറ. കണക്കൊക്കെ പഠിച്ചു അല്ലേ? ചോദ്യം വായിച്ചേ. നാരായണി പറയൂ. മിടുക്കി. ചോദ്യം വായിച്ചേ. അബ്ദുൽ ഖാദിർ പറയൂ. വേഗം പറയ. 5. മിടുക്കൻ. ചോദ്യം വായിച്ചേ. മജീദ് പറയൂ. ഞാൻ അതാ നിന്നെ പഠിപ്പിച്ച് ചെറിയോരടി. ഒന്നും കൂടി പിടിച്ചോ. അങ്ങനെ രണ്ടും കൂടി ചെന്നാ അമ്മ വലിയൊരടി. അല്ല, ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ്? ഒരു ചെറിയൊരു പുഴയും കൂടിയ വലിയ പുഴ ആവൂലേ? ഇതിനോ 5 പൈസ. അത് മതി. എവിടെ എന്റെ മണ്ട മുത്തപ്പ? നമ്മളിവിടെ ഉണ്ടോ? 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. വെയ് രാജ വെയ്, മായമില്ല മന്ത്രമില്ല വെയ് വെയ്. നിങ്ങളങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഇന്നാള് മുച്ചീട്ട് കളിയിൽ ആരാ ജയിച്ച്? നീയെങ്കിലും മണ്ട മുത്തപ്പന്ന് വിളിച്ചാണ്ടല്ലോ. ഏട്ടമ്മ മൂന്ന് നീ തല അലക്കായി ഇങ്ങോട്ട് കൊണ്ടാ, എന്നിട്ട് നമുക്ക് മൂന്ന ആനവാരി കണ്ടിട്ട് കൊറേ സ്ഥലോ. ഓടേനി വല്ല ആനയും പിടിക്കാൻ പോയോ? അതൊക്കെ ഞാൻ പറയാം. ആദ്യം ഒരു ഗ്ലാസ് ചായ. എല്ലാരും ചൊല്ലന് കല്ലാന് നെഞ്ചിലെന്ന് കരിങ്കല്ലാന്. ഇന്റെ ആടൊന്ന് പറട്ടെ, ഒരിറ്റ് പാലം നോക്കിയാൻ തരില്ല. വേഗം വന്നോട്, മാരിഭാഗം കൊടുക്കാനായി. വീട്ടിൽ നിന്ന് തല്ലിട്ടോ. എന്തിനാ വരാൽമീനെ മുണിങ്ങിയത്? ദോഷല്ലേ? അയ്യോ, അതിന്റെ ചെകിള് കണ്ടില്ലേ? അല്യാർത്ഥങ്ങളെ ബാള് കണ്ടതാ. ഇവിടെ നിക്കടി, കണ്ണി കണ്ടിട്ട് ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞിട്ടത്. ഇതാരാന്ന് എനിക്ക് വല്ല കുടിയുണ്ടോ? ആനമക്കാരിയുടെ പുന്നാര മോളുടെ പുന്നാര മോളാ. ഇങ്ങോട്ട് ബോഡി. ചെക്ക നാളെ നല്ല പഠിച്ചെന്നോണ്ടി, മാഷിന്റെ തല്ലിട്ടുണ്ടെങ്കില്. ഇമ്മിണി ബല്യന്നേ. തൻ്റെ തന്നെ അനുഭവങ്ങളിൽ നിന്ന് കഥകൾ പറഞ്ഞു പറഞ്ഞ് വായനക്കാരെ ആസ്വാദനത്തിൻ്റെ പരകോടിയിലെത്തിച്ച
കഥാകാരൻ. കാലം എത്ര കഴിഞ്ഞാലും എഴുതിയ വരികളിലൂടെ, കഥാപാത്രങ്ങളിലൂടെ അങ്ങ് ജീവിച്ചുകൊണ്ടേയിരിക്കും.